Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, കൃതജ്ഞത, ശുക്ർ എന്ന് പറയുന്ന മഹത്തായ ഒരു കർമ്മം, മഹത്തായ പുണ്യം, അത് ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും അമൂല്യമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ വിശുദ്ധ ഖുർആൻ നന്ദിയെ പറ്റി പറയുമ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലാത്ത, നന്ദിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വശം, അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് സബയിൽ അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നന്ദി എന്ന് പറയുമ്പോൾ അതൊരു മനസ്ഥിതി ആയിക്കൊണ്ടാണ്, അതുമല്ലെങ്കിൽ നമ്മളുടെ ഒരു ഉച്ചാരണമോ ദിക്റോ ഒക്കെ ആയിക്കൊണ്ടാണ് ബന്ധപ്പെടുത്താറുള്ളത്. നമ്മളുടെ മനസ്സിൽ നന്ദി ഉണ്ടാകണം, നമ്മൾ നന്ദി പറയണം എന്ന ഈ 2 രൂപങ്ങളാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ വിശുദ്ധ ഖുർആൻ മൂന്നാമതൊരു ഇനത്തെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരാം. സൂറത്ത് സബയിൽ അല്ലാഹു പറഞ്ഞു, വഅമലു ആല ദാവൂദ ശുക്ര. ദാവൂദ് നബിയുടെ കുടുംബത്തോടും ദാവൂദ് നബിയോടുമാണ് അല്ലാഹു പറയുന്നത്. യഅമലു ശുക്രൻ എന്നുള്ള ഒരു പ്രയോഗം. യഅമലു, നന്ദി പറയൽ, നന്ദി വെച്ച് പുലർത്തൽ എന്നതിനപ്പുറം നന്ദി ചെയ്യൽ, നന്ദി പ്രവർത്തിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് കാണാം. യഅമലു ആല ദാവൂദ ശുക്ര, നന്ദി പ്രവർത്തിക്കുക ദാവൂദിന്റെ കുടുംബമേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നന്ദി പ്രവർത്തിക്കുക? നന്ദി പ്രവർത്തിക്കേണ്ടത് എന്താണ് എന്ന് ആ ആയത്തിന്റെ ആ 3 ആയത്തുകൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പറ്റിയിട്ട് പറയാം. ദാവൂദ് നബിക്ക് ഒരുപാട് കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ല, നമ്മുടെ അടുക്കൽ നിന്ന് ഒരുപാട് ഉദാരതകൾ, ശ്രേഷ്ഠതകൾ ദാവൂദിന് നാം നൽകി. യാ ജിബാൽ അവ്ബി മഅഹു വത്തൈർ വഅലന്നാ ലഹു അൽ ഹദീദ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ദാവൂദ് നബിയോടൊപ്പം ആരാധനകളിൽ, അള്ളാഹുവിനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നതിൽ പക്ഷികളോടും അതുപോലെ തന്നെ മലകളോടുമൊക്കെ പങ്കാളിയാവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഅലന്നാ ലഹുൽ ഹദീദ്, ദാവൂദിന് നാം ഇരുമ്പിന്റെ പണി എളുപ്പമാക്കി കൊടുത്തു. ഇരുമ്പ് കൊണ്ടുള്ള പണി അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കഴിവ് അദ്ദേഹത്തിന് അതിൽ കൊടുത്തു.
അപ്പൊ ആ ഒരു ഇരുമ്പുമായി ബന്ധപ്പെട്ട പണി എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയാൻ കാരണം? ഇമാം റാസി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇഖ്താറല്ലാഹു ലഹു ദാലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ദാവൂദ് നബിക്ക് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ലിഅന്നഹു വിഖായത്തുൽ ലിർറൂഹില്ലതി ഹിയ മിൻ അംരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആത്മാക്കളെ സംരക്ഷിക്കാനുള്ള കവചങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഉണ്ടാക്കാൻ ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് ആ ഇരുമ്പ് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. കൊല്ലാൻ വേണ്ടി വരുമ്പോ ദാവൂദ് നബിയുടെ കാലത്ത് അക്രമികളായ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു, വലിയ പോക്കിരികളായ ആളുകൾ. അവര് മനുഷ്യന്മാരുടെ രക്തം ചിന്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശക്തനായ പോരാളിയായ പടച്ചട്ടയും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും ഒക്കെ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു നബി അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നത്. അദ്ദേഹം വളരെ ശക്തനായിരുന്നു. മൽപിടുത്തത്തിലും ആയുധ പയറ്റുകളിലുമെല്ലാം മികവുറ്റൊരു നബിയെ എന്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു? അതിന് കാരണം ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ആളുകളെ ഒരു കാരണവുമില്ലാതെ അരുംകൊല ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. എന്നിട്ട് അല്ലാഹ് പറയാണ്, അദ്ദേഹത്തിന് ഇരുമ്പിന്റെ കഴിവ്, അതിനെ കൃത്യമായ ആയുധമാക്കാനും പടച്ചട്ടയാക്കാനും ഒക്കെയുള്ള കഴിവ് കൊടുത്തു. എന്തിന്? അതിമാ റാസി വിശദീകരിക്കുന്നു, അത് മനുഷ്യന്മാരെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ റൂഹിനെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കഴിവിനെ മാധ്യമമാക്കി എന്നുള്ളതാണ്. ആയുധങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത് കവചങ്ങളാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ ഈ കവചങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ കവചങ്ങൾ, ഇരുമ്പിന്റെ കവചങ്ങൾ ആദ്യമായി നിർമ്മിക്കുന്ന അദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നു. അതല്ല, അദ്ദേഹം അതിനെ മികവുറ്റതാക്കി എന്നും പറയപ്പെടുന്നു. ഏത് തന്നെ ആയാലും അദ്ദേഹം ആയുധങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടാക്കിയിരുന്നത് ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്ന് മനുഷ്യന്മാരുടെ ജീവനെ സംരക്ഷിക്കുന്ന കവചങ്ങളായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ കഴിവായിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, അനിഅമൽ സാബിഗാതിൻ വഖദ്ദിർ ഫിസ്സർദ്, പൂർണ്ണ വലുപ്പത്തിലുള്ള കവചങ്ങൾ നീ നിർമ്മിക്കുക, അതിന്റെ കണ്ണികൾ ശരിയായ അളവിൽ നീ ഉണ്ടാക്കുക എന്നൊക്കെ ഓരോ നിർദ്ദേശവും അല്ലാഹു സുബ്ഹാനഹു വ തആല കവചവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നബിക്ക് നൽകുകയാണ്. അതാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇത് പറഞ്ഞതിന് തൊട്ട് താഴെ അല്ലാഹ് പറയാണ്, വഅമലു സ്വാലിഹാ, നീ സൽക്കർമ്മം പ്രവർത്തിക്കണം. നിനക്ക് നല്ല കഴിവുണ്ട്, ആയുധമുണ്ടാക്കാൻ, ആയുധത്തെ തടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിനക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ അത് ഉപയോഗിച്ചുകൊണ്ട് തിന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കരുത്. നീ അതുകൊണ്ട് നന്മയുണ്ടാക്കണം. ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ നീ ചെയ്യണം. വഅമലു ആല ദാവൂദ ശുക്ര, ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി ചെയ്യണം. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ നന്ദി പ്രവർത്തിക്കണം. ദാവൂദിന്റെ കുടുംബത്തോട് നന്ദി പ്രവർത്തിക്കാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കഴിവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ കുറച്ച് ആളുകൾ മാത്രമേ ശക്കൂറായിട്ടുള്ളൂ. ഷാക്കിറായിട്ട് കുറെ ആളുകൾ ഉണ്ടാവും. ഷാക്കിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അതിൽ നന്ദി ചെയ്യുന്നവരൊക്കെ ഷാക്കിറാണ്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. നല്ലൊരു അനുഗ്രഹം കിട്ടുമ്പോ അള്ളാഹ്ക്ക് നന്ദി ചെയ്യാം. ശക്കൂർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വലിയൊരു ശ്രേഷ്ഠതയാണ്. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും നന്ദി ചെയ്യാനുള്ള മനസ്ഥിതിയാണ്. അത് റഹായിലാകട്ടെ, ശിദ്ധത്തിലാകട്ടെ, പ്രയാസത്തിലാകട്ടെ, ബുദ്ധിമുട്ടിലാകട്ടെ, നന്മയിലാകട്ടെ, ക്ഷാമത്തിലാവട്ടെ, ക്ഷേമത്തിലാവട്ടെ, ഏത് സാഹചര്യത്തിലും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന മനസ്സും പ്രവർത്തനവും സംസാരവും ഉള്ളവനെയാണ് ശക്കൂർ എന്ന് പറയുക. അള്ളാഹുവിന്റെ അടിമകളിൽ കുറച്ചാളുകൾ, മനുഷ്യന്മാരിൽ കുറച്ചാളുകൾ മാത്രമേ ശക്കൂറായിട്ടുള്ളൂ. അതിൽപ്പെട്ടതാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് നന്ദി പ്രവർത്തിച്ചത്? അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആയുധമുണ്ടാക്കാനും ആയുധത്തെ തടയുന്ന കവചമുണ്ടാക്കാനുമുള്ള കഴിവ് കൊടുത്തപ്പോ അതുപയോഗിച്ചുകൊണ്ട് ഒരുപാട് കവചങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് മനുഷ്യന്മാരെ യുദ്ധത്തിന് അയക്കുന്ന സമയത്ത് ആ കവചങ്ങൾ സംരക്ഷണമായി മാറി. ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ സംരക്ഷിക്കപ്പെട്ടു. ഒരു സൈന്യത്തിന്റെ ഏറ്റവും വലിയ കമാൻഡർ ആയിക്കൊണ്ട്, ഒരു രാജാവായിക്കൊണ്ട് കഴിയാവുന്ന സേവനങ്ങൾ മനുഷ്യന്മാരുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഇതാണ് അദ്ദേഹം ചെയ്ത
നന്ദി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇഅ്മലു സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് സമൂഹത്തിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ എത്രത്തോളം വികാസങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അത് ഉണ്ടാക്കാനുള്ള മനോഭാവവും പ്രവർത്തനവുമാണ് നന്ദി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. അത് യഥാർത്ഥത്തിൽ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. കവചത്തിന്റെ കാര്യത്തിൽ, യുദ്ധത്തിന്റെ കാര്യത്തിൽ, ദാവൂദ് നബിയുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ജീവിക്കാനുള്ളത്, നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും നിലനിൽക്കാനുള്ളതിനപ്പുറം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വലിയ അസറ്റ് ആകുന്ന രൂപത്തിൽ അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ ഒരു മനുഷ്യന് സാധിക്കുകയാണെങ്കിൽ അത് ഇഅ്മലു ശുക്ര എന്ന് പറഞ്ഞ നന്ദി പ്രവർത്തിക്കലിൽ പെടും എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഒക്കെ മുസ്ലിങ്ങളുടെ ഒക്കെ ഒരു നന്മയുടെ ഭാഗം കൂടിയായ ഒരു മനസ്ഥിതിയാണ് ചുരുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. പക്ഷെ ആ ചുരുങ്ങിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കിട്ടിയതിൽ സംതൃപ്തി വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞത് വ്യക്തിപരമായ ഉദ്ദേശങ്ങളിലാണ്. നമ്മളുടെ ജീവിതത്തിന് വേണ്ട വ്യക്തിപരമായ ഉദ്ദേശങ്ങൾ, വ്യക്തിപരമായ നേട്ടങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ തന്നത് അതിൽ വിരക്തനായിക്കൊണ്ട് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വ്യക്തിപരമായ ഒരു ചോയ്സാണ്. എന്നാൽ സാമൂഹികമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ചുരുങ്ങുക എന്നുള്ള, കിട്ടിയതിലും ചെയ്തതിലും ചുരുക്കുക എന്നുള്ള മനസ്ഥിതിയല്ല നമ്മൾ വെച്ച് പുലർത്തുന്നത്. നേരെ മറിച്ച് വിശാലമാവുക എന്ന മനസ്ഥിതി നമുക്കുണ്ടാവണം. നമ്മളൊരു ഹോട്ടൽ തുടങ്ങി അതൊരു സക്സസ് ആണെങ്കിൽ അതിനെന്തുകൊണ്ടൊരു ഫ്രാഞ്ചൈസ് ഉണ്ടായിക്കൂടാ? നമ്മൾക്ക് എന്തുകൊണ്ട് അത് 2 എണ്ണമാക്കിക്കൂടാ? എന്തുകൊണ്ട് അത് 3 എണ്ണമാക്കിക്കൂടാ? അത് 4 എണ്ണമാക്കിക്കൂടാ? കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് തന്നെ പ്രസിദ്ധമായ ഒരു ഫ്രാഞ്ചൈസ് ആയിക്കൊണ്ട് നമുക്ക് അത് വളർത്തിക്കൂടാ? ദാവൂദ് നബി അലൈഹിസ്സലാം ചെയ്ത പ്രവർത്തനം അതല്ലേ? അദ്ദേഹത്തിന് ഒരു കഴിവ് കിട്ടി, അദ്ദേഹം അത് അദ്ദേഹത്തിന് പടച്ചിട്ടുണ്ടാക്കി നിലനിൽക്കാതെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ നൽകുന്ന ആ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ ജീവൻ സംരക്ഷിക്കുന്നതായിട്ട് വളർത്തി. അതാണ് നന്ദി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോ തൃപ്തിപ്പെടുക എന്നുള്ളത് നമ്മളുടെ വ്യക്തിപരമായ ഉദ്ദേശം, അതേസമയം വളരുക എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി വളരുക എന്നുള്ള, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ സേവനങ്ങൾക്ക് വേണ്ടി വളരുക എന്നുള്ള, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും നമ്മുടെ ബുദ്ധിയും എല്ലാം വികസിപ്പിക്കുകയും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ലോകത്ത് നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ്, ഒരു സൽക്കർമ്മമാണ്, നന്ദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബുദ്ധി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി നമ്മളുടെ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ, ഒരു പരീക്ഷ പേപ്പറിന് ഉത്തരം നൽകുക എന്നതിൽ ഒതുങ്ങി നിൽക്കാതെ, സമൂഹത്തിന് മൊത്തം ദിശണ പങ്കുവെക്കുന്ന വലിയ ബുദ്ധിജീവിയായി വളരാൻ നമുക്ക് കഴിയണം. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു, അത് കച്ചവടത്തിലാണെങ്കിൽ പോലും അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ ഒരു സിറ്റുവേഷൻ ലോകത്തുള്ളത് എന്താണ്? നമുക്ക് ഈ മുസ്ലിം ലോകത്തെ ആക്രമിക്കുന്ന ഭരണാധികാരികളും രാജ്യങ്ങളും, ഒരു കാരണവുമില്ലാതെ നീതി നിഷേധിക്കുന്ന മനുഷ്യന്മാർ, രാജ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷേ ആ രാജ്യങ്ങൾ, ഇസ്രായേലൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളൊക്കെ തന്നെയും ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്നത് തന്നെ വാങ്ങാനും ഉപയോഗിക്കാനും നമ്മൾ പ്രേരിതരാവാണ്. നമുക്കൊരു പകരം വെക്കാനില്ല. നന്മയുടെ, മനുഷ്യന്മാരെ ദ്രോഹിക്കാത്ത, മനുഷ്യന്മാരുടെ കണ്ണീരിനും രക്തത്തിനും കാരണമായിട്ടില്ലാത്ത ഹലാലായിട്ടുള്ള ഒരുപാട് മേഖലകൾ വേറെയുണ്ട് എന്ന് പറയാനൊന്നുമില്ല. ഭക്ഷണം എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടെക്നോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ, ശാസ്ത്രീയമായ രംഗത്ത് നമ്മൾ പോകുകയാണെങ്കിൽ, മെഡിസിന്റെ രംഗത്തേക്ക് പോകുകയാണെങ്കിൽ, സ്ഥാപനങ്ങളുടെ രംഗത്തേക്ക് പോകുകയാണെങ്കിൽ, നമ്മൾക്ക് സുരക്ഷിതമായ രൂപത്തിൽ, അനുഗുണമായ രൂപത്തിൽ പ്രവർത്തിക്കാവുന്നതും സേവനങ്ങൾ കൈപ്പറ്റാവുന്നതും ഉപയോഗിക്കാവുന്നതുമായ കാര്യങ്ങൾ ചുരുങ്ങി വരികയാണ്. എന്തുകൊണ്ടാണ് അതിന് കാരണം? കാരണം മുസ്ലിങ്ങൾ ആ മേഖലകളിലേക്ക് തങ്ങളുടെ കഴിവ് വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ബദലായി കൊണ്ടുവരാനുള്ള കഴിവ് നമുക്കുണ്ട് എങ്കിൽ അത് വളർത്താൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോ സൗദി അറേബ്യയിലെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. സൗദി അറേബ്യയിലെ ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി വരുന്ന മനുഷ്യന്മാർ പല നാടുകളിൽ നിന്നും, വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നൊക്കെ പാശ്ചാത്യരായിട്ടുള്ള മുസ്ലിങ്ങൾ വരുന്നുണ്ട്. അവരിവിടെ വന്ന്
നാട്ടില് മദീനയിലെത്തുമ്പോ മക്കയിലെത്തുമ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ വിദേശീയമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ബർഗർ പോലെയുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കാൻ അവിടെ ഒരു ഹലാലായ അല്ലെങ്കിൽ ഇസ്ലാമികമായ രാജ്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ബർഗറോ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അൽബൈക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി വരാൻ ഒരു ഫലസ്തീനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വന്ന ഒരു മനുഷ്യൻ, അയാൾക്കൊരു ആശയം ഉണ്ടാവണം, ഈ ഹാജിമാർക്ക് ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണം ഇറച്ചി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കഴിയുന്ന വെസ്റ്റേൺ ഫുഡ് അവർക്ക് നൽകാവുന്ന രൂപത്തിൽ ഒരു കമ്പനി തുടങ്ങിയാൽ എന്താ? അയാൾ ഒരു ആശയം അയാൾ ചിന്തിക്കുകയാണ്, ഹലാലായ ഒരു ആശയം, നല്ലൊരു ആശയം. അയാളുടെ കഴിവ് വെച്ച് അയാൾ ഒരു അൽബൈക്ക് എന്ന് പറയുന്ന ഒരു കട തുറന്നു മദീനയിലും മക്കയിലും ഒക്കെ ആയിട്ട്. ഹാജിമാർ അവിടേക്ക് നിറഞ്ഞൊഴുകി. കാരണം ഇത് ഉറപ്പിക്കാം, ഇത് മുസ്ലിമായ ഒരു മനുഷ്യന് ഹലാലായ ഇതാണെന്ന് ഉറപ്പുള്ള ഒരു ഫുഡ്, അതും യാതൊരു വിധത്തിലും മനസ്സിന് ഒരു കുറ്റബോധം തോന്നാവുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ചെയ്യുന്ന ഒരു രാജ്യക്കാരോ വ്യക്തികളോ ഒന്നും നടത്താത്ത ഭക്ഷണം. എല്ലാവരും അങ്ങോട്ട് വന്നു. ഒരുപാട് വളർച്ച ഉണ്ടായി. 4 രാജ്യങ്ങളിൽ നിന്ന് അൽബൈക്കുണ്ട്. ഏകദേശം 80ഓളം രാജ്യം ഇതുപോലെ ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഈ ലോകത്ത് വളർത്താനും അതിൽ നിന്ന് മനുഷ്യന്മാർക്ക്, വിശ്വാസികൾക്ക് ഉപകാരങ്ങൾ കൊടുക്കാനും കഴിയുന്നവരാണ് നമ്മളൊക്കെ. ഈ ഫ്രാഞ്ചൈസികളുടെ ഒക്കെ ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഹോട്ടലിന്റെ ഫ്രാഞ്ചൈസ് തന്നെ എടുക്കുക. നമ്മളൊരു ഹോട്ടൽ തുടങ്ങി, അത് വികസിപ്പിച്ചു, പല രാജ്യങ്ങളിലേക്കും നാട്ടുകളിലേക്കും എത്തി. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് ജോലി നമ്മൾ കൊടുക്കുകയാണ്. അവരുടെ വീട്ടിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ കൂലി നമുക്ക് കിട്ടുകയാണ്. അതിനുവേണ്ടിയാണ് ഈ വികാസം. അല്ലാതെ കാശുണ്ടാക്കി കുറേ സമ്പത്ത് ഉണ്ടാക്കുക, അങ്ങനത്തെ വിരക്തിക്ക് എതിരായ ആശയമല്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മമായ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് ജോലി, ഹലാലായ ജോലി, ഹറാമ് കലരാത്ത ഭക്ഷണം കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നമ്മളൊരു സഹായം ചെയ്യാണ് അവരെ. തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത, ഹറാമുകളില്ലാത്ത, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈക്കൂലി കൊടുക്കാതെ അത് കൊടുത്ത് അതിന്റെ പേരിൽ നടക്കുന്ന കഷ്ടപ്പാടുകളും കോഴയും വിവാദങ്ങളും ഒന്നുമില്ലാത്ത ഹലാലായ ജോലിയുടെ മേഖല നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം, ഹലാലായ ഫുഡ് നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ അനിഷേധ്യമായ ഒരു ഘടകമായി നമ്മൾ മാറാണ്. ഈ മനുഷ്യൻ ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജോലിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തിയായിക്കൊണ്ടൊരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് മാറാൻ സാധിച്ചാൽ നാടിനും നാട്ടുകാർക്കും നാട്ടിലുള്ള വിശ്വാസികൾക്കും അയാൾ ചെയ്യുന്ന സേവനം നിസ്സാരാണോ? അപ്പൊ നമ്മളുടെ ചിന്ത അങ്ങോട്ടേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. എത്ര സ്വതക്കകൾ, എത്ര സക്കാത്ത് നമുക്ക് കൊടുക്കാൻ കഴിയും? വലിയൊരു കമ്പനിയുടെ ഉടമ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാശാണ് കൊടുക്കുക. ഈ ലോകത്ത് സാമ്പത്തികമായി ഉന്നതിയിൽ വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള കമ്പനികളുടെ സക്കാത്തിന്റെ എണ്ണം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയധികം പാവപ്പെട്ടവർക്ക് വേണ്ടി സക്കാത്തും സ്വതക്കയും കൊടുക്കുന്ന മനുഷ്യന്മാരായി കൊണ്ട് മാറാൻ കഴിയും. മറ്റ് കമ്പനികളൊക്കെ പരമാവധി ലാഭം ഉണ്ടാക്കാനാണ് ചിന്തിക്കുന്നത്. അവിടെ ലാഭത്തിൽ ഒരു വിഹിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു കച്ചവട മേഖല സൃഷ്ടിക്കാൻ, ഒരു തൊഴിൽ മേഖല സൃഷ്ടിക്കാൻ, സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ ഒരു കുത്തകയായി കൊണ്ട് മാറാൻ വിശ്വാസികൾ തയ്യാറാവേണ്ടില്ല. അങ്ങനത്തെ ഉത്കർഷിച്ച ഉയർന്ന ചിന്ത നമുക്ക് വരേണ്ടതില്ലേ? ഇത് ബിസിനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് വളർത്താൻ കഴിയുമെങ്കിൽ, അതുകൊണ്ട് ലോകത്തിന് സേവനം ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് മുന്നിട്ട് വരണം. നമ്മൾ ശങ്കിച്ചു നിൽക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഉപ്പ ആസർ, രണ്ടുപേരും ഈ കഴിവുള്ളവരായിരുന്നു. രണ്ടുപേരും വാസ്തുശില്പത്തിൽ, വാസ്തുവിദ്യയിൽ, ആർക്കിടെക്ചറിൽ വളരെ കഴിവുള്ള മനുഷ്യന്മാരാണ്. ഒരു വസ്തു ഉണ്ടാക്കാൻ, ഒരു കെട്ടിടം ഉണ്ടാക്കാൻ അവരെ കഴിഞ്ഞേ ആളുകൾക്ക് സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആസർ അവിടെ ബിംബങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. നല്ല കഴിവുള്ള മനുഷ്യനാണ്. പറഞ്ഞ രൂപത്തിൽ ബിംബം ഉണ്ടാക്കാൻ ആസറിന് കഴിയും. അപ്പോ അദ്ദേഹത്തിന്റെ മകനും ആ കഴിവുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ബിംബങ്ങൾ നൂറുകണക്കിന് ഉണ്ടാക്കിയിരുന്ന സമയത്ത് അള്ളാനെ മാത്രം ആരാധിക്കാനുള്ള പള്ളികളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയത്. ഈ വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണ്ടേ? ഹറാമുകൾ ഓരോന്നും കഴിവുപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന മനുഷ്യന്മാർ, കഴിവുറ്റ മനുഷ്യന്മാർ ക്രിയാത്മകമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിവുറ്റ വിശ്വാസികൾ ഈ ലോകത്ത് വേണ്ടേ?
ബിംബങ്ങൾ ഉണ്ടാക്കപ്പെടുമ്പോൾ അതിനെതിരായി നിൽക്കുന്ന പള്ളികൾ ഉണ്ടാക്കാനും അതിന്റെ ആർക്കിടെക്ചർ ഏറ്റവും മികവുറ്റ രൂപത്തിൽ ഉണ്ടാക്കാനും കഴിവുള്ള എഞ്ചിനീയർമാർ വേണ്ടേ നമുക്ക്? സയൻസ് മേഖലയിലേക്ക് വരുമ്പോ അവിടെയും നമ്മളുടെ സാന്നിധ്യം വേണ്ടതില്ലേ? ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇവിടെയൊക്കെ ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം തച്ചുശാസ്ത്രത്തിലെ ഏറ്റവും മികവുറ്റൊരു മനുഷ്യനാണ്, ഏറ്റവും കഴിവുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന്റെ തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആശാരിയായിരുന്നില്ല അദ്ദേഹം. ഒരു മേശയും അതുപോലെ തന്നെ അലമാരയും വാതിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ഒരു കഴിവായിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു കപ്പലുണ്ടാക്കി. ഒരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ എത്ര കഴിവ് ഒരു മനുഷ്യന് വേണം? അത്രയും കഴിവുണ്ടായിരുന്ന നബിയാണ് നൂഹ് നബി അലൈഹി സ്വലാം. നൂഹ് നബിയുടെ പ്രബോധനം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. നൂഹ് നബിയുടെ ആ ഒരു കഴിവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കപ്പൽ ഉണ്ടാക്കാനുള്ള കഴിവ്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കഴിവ് ഒരു ചെറിയ രൂപത്തിൽ ഒതുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത്. നമ്മൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിൽ സൂക്ഷ്മമായ അറിവും സൂക്ഷ്മമായ പ്രവർത്തനങ്ങളും അറിവും ആഴവും ഉണ്ടാക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു ഒരു മനുഷ്യൻ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ, ഒരു പണി ചെയ്യുകയാണെങ്കിൽ അതിൽ സൂക്ഷ്മമായി കഴിവുറ്റ ആഴമുള്ള കഴിവ് അയാൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണെങ്കിൽ, നല്ലോണം യുക്തിയും ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ പഠിച്ച് അവന്റെ ജോലി അവന്റെ വ്യക്തിപരമായ ജീവിതത്തിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക എന്നതിനപ്പുറം ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് PSCയിൽ പങ്കാളിയാകാൻ കഴിയണം, അത് എഴുതാൻ കഴിയണം. ഗവൺമെന്റ് ജോലികളിൽ പങ്കാളിയാകാൻ നമുക്ക് കഴിയണം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആ രംഗങ്ങളിലൊക്കെ തിളങ്ങാൻ നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ദൈക്ഷണികത കൊണ്ട് സാധിക്കണം. അങ്ങനെയൊക്കെ വളർന്നുള്ള ചിന്ത, വളരാനുള്ള ചിന്ത നമുക്ക് സാമൂഹികമായ പ്രതലത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് എഴുതാൻ ഒരു കഴിവുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വാട്സപ്പിൽ ഒരു കുറിപ്പിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഡയറി എഴുതി കഴിയേണ്ടതല്ല. അത് നമ്മൾ എഴുത്തുകാരായി വളരണം. നമുക്ക് കഴിയുന്നിടത്തോളം വളരാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം നമ്മൾ വളരണം. നമ്മൾ വായനാശീലമുള്ളവരാണെങ്കിൽ ആ വായന കൊണ്ട് സമൂഹത്തിനും അള്ളാഹുവിന്റെ മാർഗത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശേഷി വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ അത് ഒതുങ്ങിപ്പോകാൻ പാടില്ല. പഴയ കാലത്തെ ചില മനുഷ്യന്മാര് അവരുടെയൊക്കെ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ നിറച്ച് അലമാര നിറച്ച് പുസ്തകങ്ങളാണ്. ഒരു സാധാരണക്കാരൻ എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിച്ചുപോയി. അയാളുടെ വീട്ടിലേക്ക് പോകുമ്പോ മിക്കവാറും പഴയകാല നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാർ അവരൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഒരു അലമാര നിറച്ചും ഇഷ്ടം പോലെ പുസ്തകങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്തത് നമ്മൾ കാണുന്നു, കുറിപ്പുകൾ കാണുന്നു, വലിയ വലിയ ആശയങ്ങളും ഐഡിയകളും ഒക്കെ ഇങ്ങനെ കുറിച്ചിട്ടിട്ടുണ്ട്. ഒന്നും ഈ സമൂഹത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം എനിക്ക് അതിനൊന്നും കഴിയൂല, ഞാൻ വെറുതെ അങ്ങോട്ട് വായിക്കുകയാണ്, ഞാൻ വലിയൊരു വായനക്കാരനല്ല എന്ന ചുരുങ്ങിയ ചിന്ത ആണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള പ്രശ്നം. നമ്മളുടെ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് വളർത്താൻ നമുക്ക് കഴിയണം. അത് ഏത് മേഖലയിലായാലും, കച്ചവടത്തിലാണെങ്കിൽ ഉയരാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് അള്ളാഹു എന്താ നൽകുന്നത് അതിൽ തൃപ്തിപ്പെടണം. പക്ഷെ ഉയരാതിരിക്കാൻ നമ്മൾ ചിന്തിക്കരുത്. അത് സമൂഹത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഗുണമുണ്ടാക്കാൻ വേണ്ടി, മുസ്ലിങ്ങൾക്കും വിശ്വാസികൾക്കും ഗുണമുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഉദ്ദേശം. അങ്ങനെ വളരാൻ നമ്മൾ ശ്രമിക്കണം. കച്ചവടത്തിൽ നമ്മൾ ശ്രമിക്കണം. നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ തോട്ടത്തിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കാതെ അതിനെ വളർത്താൻ, അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ വലിയ സംഭവമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. കായിക രംഗത്ത് പോലും പഞ്ചായത്തിൽ ഒരു പാടത്ത് തട്ടിക്കളിച്ച് അങ്ങനെ കളയേണ്ടതല്ല യഥാർത്ഥത്തിൽ. ഭാവിയുണ്ട് എങ്കിൽ, വളരാൻ കഴിയുമെങ്കിൽ ഈ കായിക രംഗത്ത് പോലും ഒരുപാട് സേവനങ്ങൾ മുസ്ലിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ നോക്കി, ഈ ലോകത്ത് ഏറ്റവും പ്രസിദ്ധനായ ഒരു കളിക്കാരൻ, അയാളുടെ പേര് മുഹമ്മദ് സലാഹ് എന്നാണ്. അയാള് ഇംഗ്ലണ്ടില്, UK ലിവർപൂൾ എന്ന് പറയുന്ന ഒരു ക്ലബിൽ കളിക്കുന്ന കളിക്കാരനാണ്. അയാളെ പറ്റിയിട്ട് ഒരു പഠനം ചില യൂണിവേഴ്സിറ്റികൾ നടത്തി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ അയാളെ പറ്റി പഠിച്ചു. അപ്പോ അവര് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് സലാഹ് എന്ന് പറയുന്ന ഈജിപ്തുകാരനായ ഒരു കളിക്കാരൻ
UK വന്ന് അവിടുത്തെ ക്ലബിൽ കളിച്ച് അവിടെ ഒരുപാട് കളികൾ ജയിപ്പിച്ചപ്പോ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയ പ്രയോഗങ്ങൾ ഇന്റർനെറ്റിൽ കുറഞ്ഞു എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഹെയ്റ്റ് ക്രൈമുകൾ, കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. 18% മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെടുന്നത് കുറഞ്ഞു എന്ന് യൂണിവേഴ്സിറ്റികൾ പറയാണ്. അപ്പൊ ഒരു കായിക രംഗത്തുള്ള കഴിവ് പോലും ഈ ലോകത്ത് സമൂഹത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ചെയ്യാനുണ്ട്. നമുക്ക് കഴിവുണ്ടെങ്കിൽ അതിനെ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റികൾ പറയാണ്, ഈ കളിക്കാരൊക്കെ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ വന്ന് സുജൂദ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ സക്കാത്തിന്റെ കണക്കുകൾ മീഡിയകളിൽ കാണാണ്. അവരുടെ ഫാമിലിയുമായുള്ള ബന്ധം, ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവർ ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, അതിലെ മാന്യത, ഇതൊക്കെ മനുഷ്യന്മാർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള UK കുറ്റകൃത്യങ്ങൾ കുറയാൻ വേണ്ടി കാരണമായി എന്നുള്ളതാണ്. ഇതേപോലെയുള്ള ഒരുപാട് കായിക താരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് അലിയെ പോലെ, കബീബിനെ പോലെ, മാനയെ പോലെ, മെസൂദ് ഒസീലിനെ പോലെ, കരീം ബെൻസമയെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് കളത്തിലിറങ്ങുന്ന മുസ്ലിങ്ങൾ അവരുടെ കഴിവിനെ ഏതെങ്കിലും ഒരു പാടത്തൊതുക്കാതെ ലോകത്തിന്റെ നെറുകയിൽ പ്രകടിപ്പിച്ചപ്പോ മനുഷ്യന്മാർ അത് അംഗീകരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുകയാണ്. സമൂഹത്തിന്, ലോകത്തിന്, രാജ്യങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുക. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് വളർത്തണം. അത് ചുരുങ്ങിയ ചിന്തയിൽ ഒതുക്കി നിർത്താൻ പാടില്ല. നമ്മൾ വീട്ടിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കുട്ടി നല്ലൊരു കാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാണെങ്കിൽ അതിനെ ശ്ലാഘിക്കാൻ നമുക്ക് കഴിയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്വഹാബിയെയും അവരുടെ കഴിവിനെ പുകഴ്ത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും പേരിട്ടിട്ടുണ്ട്. ധീരത കണ്ടാൽ അസദുള്ള, അള്ളാഹുവിന്റെ സിംഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല സ്വരമുള്ള മനുഷ്യനാണെങ്കിൽ അവരെ പിടിച്ച് മുഅദ്ദിനാക്കിയിട്ടുണ്ട്. നല്ല കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിൽ ദുഹാത്തുൽ അറബ്, ബുദ്ധിമാൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ റസൂലും മുസ്ലിം സമൂഹവും മനുഷ്യന്മാരുടെ കഴിവിനെയും സ്വാധീനത്തെയും വളർത്താൻ വേണ്ടി ശ്രമിച്ചത് നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് ഓരോ കാര്യവും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കഴിയാവുന്ന ഹറാമല്ലാത്ത ഹലാലായ രൂപത്തിലുള്ള കഴിവുകൾ പോഷിപ്പിക്കാനും വളർത്താനും നമുക്ക് സാധിക്കണം. അത് ഒതുങ്ങിക്കൂടുന്ന, ഒന്നുമല്ലാതെ അസ്തമിച്ചു പോകുന്നത് ആവാൻ നമ്മൾ ശ്രമിക്കരുത്. നേരെ മറിച്ച് അത് വളർത്തുക എന്നുള്ളത്, അത് സമൂഹത്തിനും അള്ളാഹുവിന്റെ മാർഗത്തിലും ഗുണകരമാക്കി മാറ്റുക എന്നുള്ളത് ശുക്രിന്റെ ഒരു ഇനമാണ്. അമലു ശുക്ര എന്ന് പറഞ്ഞ ആ ശുക്ർ പ്രവർത്തിക്കുക എന്നതിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഗുണകരമായ, മുസ്ലിങ്ങൾക്ക് ഗുണകരമായ രൂപത്തിൽ മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളുടെ ഇന്ന് പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ നമ്മളുടെ പള്ളിയുടെ തന്നെ പരിപാലനത്തിലുള്ളതാണ്. എല്ലാവരും ഉദാരമായി സംഭാവനകൾ അർപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മനോരമയിൽ കുറച്ച് കാലം മുമ്പ് ഒരു ന്യൂസ് വന്നു. പരീക്ഷ ജയിപ്പിക്കുന്ന പേന, അത് ഫലിച്ചില്ലെങ്കിൽ, പരീക്ഷയിൽ ജയിച്ചില്ലെങ്കിൽ, ഈ പേന ഉപയോഗിച്ച് പരീക്ഷ എഴുതിയിട്ട് ജയിച്ചില്ലെങ്കിൽ കാശ് തിരിച്ചു തരും എന്നുള്ളതാണ്. ഇത് ആത്മീയ രംഗത്ത് കച്ചവടവൽക്കരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ കാണുന്ന വാർത്തയാണ്. ഇത് ഏതെങ്കിലും ഒരു മതത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ പേനക്ക് 10,000 20,000 രൂപയ്ക്കാണ് വില. എന്താണ് ഈ പേനക്ക് സാധാരണ ഒരു 5 രൂപയുടെ പേനയേക്കാൾ കഴിവുള്ളത്? അത് ഏതോ ഒരു ആത്മീയ ഗുരു, അത് ഹിന്ദുവാകാം, മുസ്ലിമായ ഒരു മുസ്ലിയാരാകാം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാകാം, അയാൾ അവിടെ വന്നിരുന്ന് അതിന്റെ മേലെന്തോ ഊതി അതോടുകൂടി അതിനൊരു കഴിവുണ്ടായി. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇത് വാങ്ങി പരീക്ഷ എഴുതാണെങ്കിൽ ജയിക്കുമെന്നുള്ളതാണ്. ഇവിടെയാണ് ആത്മീയമായുള്ള ഈ കച്ചവടവൽക്കരണവും തെറ്റായ അന്ധവിശ്വാസങ്ങളും ഒക്കെ മനുഷ്യന്മാരുടെ കഴിവുകളെ നശിപ്പിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ കുട്ടി പിന്നീട് ഈ 10,000 രൂപയുടെ പേന വാങ്ങിയ കുട്ടി പിന്നെ എന്ത് പഠിക്കാനാണ്? എന്താണ് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചെയ്യുക? ബുദ്ധിയുള്ള പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, എനിക്ക് ഒട്ടകമുണ്ട്, ഞാൻ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണോ? ഞാൻ തവക്കുൽ ചെയ്യണോ അതോ ഇതിനെ കെട്ടിയിടണോ? ഇതാണ് ചോദ്യം. ഞാൻ പ്രവർത്തിക്കണോ അതോ അള്ളാഹുവിൽ ബരമേൽപ്പിക്കണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടിയിടുക എന്നിട്ട് ബരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക. ഇതാണ് ഇസ്ലാമിന്റെ സങ്കല്പം. ഏതെങ്കിലും ഒരു മൊയ്ലാരുടെ അടുത്ത് ചെന്ന് ഏതെങ്കിലും ഒരു ഏലസോ ഒരു പേനയോ മന്ത്രിച്ചൂതിയ സാധനങ്ങളോ ഒക്കെ കിട്ടിയാൽ അതോടുകൂടി കാര്യങ്ങൾ സാധിക്കാൻ, കച്ചവടത്തിൽ ലാഭം കൊയ്യാൻ
പരീക്ഷയിൽ മാർക്ക് കൊയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ് എങ്കിൽ അത് ശിർക്കാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ആ വസ്തുവിൽ ഭരമേൽപ്പിക്കുന്ന അവസ്ഥയാണ് അത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. വെണ്ടക്കാക്ഷരത്തിൽ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലുമുള്ള ഒരു ഹദീസാണിത്. മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. അത് ഖുർആനാണോ മുസ്ലിങ്ങളുടെ അറബിയിലുള്ള പദങ്ങളാണോ ഇതൊന്നും വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു വിവേചനം പറഞ്ഞില്ല. കെട്ടിയാൽ ശിർക്കാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എവിടെയും നിക്ഷേപിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവ് ഉപയോഗിക്കുക. അത് ബുദ്ധിയാണെങ്കിലും കച്ചവട മികവാണെങ്കിലും അത് നമ്മുടെ കായികമായ ശക്തിയാണെങ്കിലും എന്താണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, തവക്കുൽ ചെയ്യുക. ഇതാണ് ഒരു വിശ്വാസിക്കുള്ളത്. അതിനപ്പുറമുള്ള അന്ധവിശ്വാസങ്ങളും അതേസമയം അതിന്റെ നേർധ്രുവമായ ഒതുങ്ങിക്കൂടലും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ആകെ കൂടി ഇത് മതി എന്ന് ചിന്തിച്ച് ജീവിക്കലും അതും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. വളരാൻ നമ്മൾ ശ്രമിക്കുക. ഈ ലോകത്ത് പരമാവധി നന്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് എന്ത് കഴിവ് കിട്ടിയോ അതിനെ ഏറ്റവും കൂടുതൽ വികാസം ഉണ്ടാക്കാനും അത് വികസിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യം പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണവും പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുടെ പരിപാലനത്തിനും നിർമ്മാണത്തിനും വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ജന്നത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.